അപ്പോൾ ഞാൻ ആറ്റുകാൽ പൊങ്കാലയുടെ ഒരുക്കത്തിലാണ് കേട്ടോ. നാളെയാണല്ലേ നാട്ടിൽ ആറ്റുകാൽ പൊങ്കാല. അപ്പോൾ ഞാൻ ഇവിടെ USLൻ്റെ വീട്ടിലാണ് ഇടാൻ പോകുന്നത്. കഴിഞ്ഞ വർഷമാണ് ഞാൻ ആദ്യമായിട്ട് വീട്ടിൽ ഇടുന്നത്. അപ്പം നാട്ടിൽ ഇടുന്ന അതേ സമയത്താണ് ഞാൻ ഇവിടെ ഇടുന്നത്. അപ്പം നാട്ടിൽ രാവിലെ 10 മണിക്കായിരിക്കും ഭണ്ഡാരടുപ്പിൽ തീ കൊളുത്തുന്നത്. അതിപ്പോൾ ഇവിടുത്തെ വൈകിട്ട് 9:30 മണിയാണ് കേട്ടോ. എത്രത്തോളം ശരിയാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ എൻ്റെ എത്രത്തോളം വൃത്തിയിൽ ചെയ്യാമോ അത്രത്തോളം വൃത്തിയിലും മനസ്സ് എത്രത്തോളം ശുദ്ധിയിലുമാണ് ഈ പൊങ്കാല ഞാൻ ഇടുന്നത്. പക്ഷേ നാട്ടിൽ ആ വെയിലത്തും ചൂടത്തും പുകയിലും ഒക്കെ നിൽക്കണ ആ ഒരു സുഖമൊന്നും നമ്മൾ വീട്ടിൻ്റെ അകത്ത് തണുപ്പത്ത് ഈ സ്ഥലത്ത് തണുപ്പത്തൊന്നും ഇടുമ്പോൾ കിട്ടത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. എന്നാലും എന്തോ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സമാധാനം, ഒരു മനസ്സിൻ്റെ ആ സുഖം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അത് തിരുവനന്തപുരത്തുകാർ മാത്രമല്ല പൊങ്കാല ഇടാൻ വരുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എല്ലായിടത്തുള്ളവരും ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല ഇടാൻ വരും. എൻ്റെ ചേച്ചിയൊക്കെ ബാംഗ്ലൂരിൽ നിന്നും 2 ദിവസമായി കേട്ടോ. അവിടെ നിന്ന് തിരുവനന്തപുരത്ത് വന്ന് അവിടെ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്തിട്ട് നാളെ പൊങ്കാല ഇട്ടിട്ട് നാളെ തന്നെയാണ് തിരിച്ച് പോകുന്നത്, ജോലിക്ക് കയറാനുണ്ട്. അപ്പോൾ ഞാനിത് ഞങ്ങൾ വിളക്ക് കത്തിച്ചിട്ട് വിളക്കെല്ലാം തേച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മുടെ നാട്ടിലുള്ള പോലെ പുളിയൊക്കെ ഇട്ട് തേച്ച്, പിന്നെ മറ്റേ ലിക്വിഡ് നമ്മുടെ ഡിഷ് വാഷിംഗ് ലിക്വിഡൊക്കെ ഇട്ട് തേച്ച് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ഞാൻ പൊങ്കാല ഇടുന്ന കലം തവി എല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പാത്രങ്ങൾ കുറേ പുതിയ ഇവിടെ നിന്ന് വാങ്ങിച്ച പാത്രങ്ങളാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അതായത് കുറച്ച് സ്വർണ്ണ പാത്രങ്ങളെല്ലാം ഞാൻ ഇവിടുന്ന് സ്വർണ്ണ കളർ പാത്രങ്ങളെല്ലാം ഇവിടുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രോസറി എന്നല്ല, ഇതിന് വേണ്ടിയിട്ടുള്ള പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അനൂപ് ഇന്ത്യൻ സ്റ്റോറിൽ നിന്നാണ് മേടിച്ചുകൊണ്ട് വന്നത്. പിച്ചിപ്പൂ ഞാൻ പൂ മേടിക്കണമെന്ന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിച്ചിപ്പൂ കിട്ടി. ഉഗാദി ഫെസ്റ്റിവലൊക്കെ വരുന്നുണ്ടായിരിക്കും ഇന്ത്യൻ സ്റ്റോറിൽ പിച്ചിപ്പൂ കിട്ടിയത്. അപ്പോൾ അത് തേങ്ങ, ശർക്കര, ഫുൾ തേങ്ങ, പിന്നെ തെരളിയപ്പം. ഞാൻ തെരളിയപ്പം പായസം മണ്ടപ്പുറ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇവിടെ തെരളിയില നാട്ടിൽ നിന്ന് അങ്ങനെ ഇലയൊക്കെ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഇപ്പോൾ കേൾക്കണത്. അപ്പം ഫ്രോസൺ തെരളിയപ്പം മേടിച്ചിട്ട് അതിൽ ആ ഇല മാറ്റി, അപ്പം മാറ്റി ഒരു സിപ്ലോക്കിൻ്റെ അകത്ത് വെച്ച്, അതിപ്പോൾ കഴിക്കില്ല, പൊങ്കാല കഴിഞ്ഞിട്ട് അതെടുക്കുള്ളൂ. അത് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ ഇല എടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് എൻ്റെ ഞാൻ തെരളി നാളെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്തോ ഇതൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബ് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാൻ. മനസ്സിനൊരു സമാധാനമൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണിത്. അങ്ങനെ നാളെ അതേ സമയത്ത് ഞാൻ ന്യൂസ് ചാനൽ കണ്ടിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പോൾ നാട്ടിലെല്ലാവരും ഇതിൻ്റെ ഒരു വൈബിലായിരിക്കുമല്ലേ നാട്ടിൽ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആറ്റുകാൽ പൊങ്കാല.